ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 5. In exercise 5, either use an appropriate theorem to show that the given set W is a vector space or find a specific example to contrary. നമുക്കിവിടെ W എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഇതിലെ Wയിലെ ഒരു വെക്ടറിന്റെ ഫോം എന്താണ്? C-6D DC. സിയും ഡിയും എന്തെങ്കിലും റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ 3 ടപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു കോളം മെട്രിക്സ് ആണ് എന്ത്? Wയിലുള്ള വെക്ടേഴ്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ W എന്താണ്? ഒരു വെക്ടർ സ്പേസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു തിയറം യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാം. ഇനി അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊരു വെക്ടർ സ്പേസ് അല്ലാന്ന് പ്രൂവ് ചെയ്യാം. നമുക്കിവിടെ തന്നിട്ടുള്ള W എന്നുള്ള സെറ്റിലെ ഈ ഒരു കോളം മെട്രിക്സ് നമുക്ക് രണ്ട് വെക്ടറിന്റെ അല്ലെങ്കിൽ രണ്ട് മെട്രിക്സിനെ സം ആക്കി എഴുതാം. നമുക്ക് ഇതിൽ സിയും ഡി എന്നുള്ള രണ്ട് നമ്പേഴ്സ് ആണ് ഉള്ളത്. നോക്കൂ, ആദ്യം നമ്മൾ സിന്റെ അതിനെ ഒരു കോളം മെട്രിക്സ് ആക്കി എഴുതാം. നോക്കൂ, ഇവിടെ സി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സീന് എഴുതി. ഇവിടെ സീന്റെ ടേം ഇല്ല, അപ്പൊ നമ്മൾ 0 എന്ന് എഴുതി. ഇവിടെ സീന്റെ ടേം ഉണ്ട്, അപ്പൊ നമ്മൾ ഇവിടെ സീന് എഴുതി. എന്നിട്ട് പ്ലസ് ഇടുക. എന്നിട്ട് ഇവിടെ ഡിന്റെ ടേം ഉള്ളത് നമ്മൾ ഒരുമിച്ച് എഴുതി, -6D. ഇവിടെ ഡിന്റെ ടേം ഉണ്ട്, ഡി എഴുതി. ഇവിടെ ഡിന്റെ ടേം ഇല്ലാത്തത് നമ്മൾ 0 എന്ന് എഴുതി. സി പ്ലസ് -6D എന്ന് പറയുമ്പോൾ C-6D. 0 പ്ലസ് ഡി എന്ന് പറയുമ്പോൾ ഡി. സി പ്ലസ് 0 എന്ന് പറയുമ്പോൾ സി. ഇനി നോക്കൂ, ഇതിൽ കംപ്ലീറ്റ് സി ഉണ്ട്. കാരണം 0 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു സി എന്നാണ്. ഇവിടെ സി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 1 ഇൻറ്റു സി ആണ്. ഓക്കെ, നോക്കൂ, ഇത് നമ്മൾ കംപ്ലീറ്റ് സീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 0 1 ആണ് കിട്ടുക. അതേപോലെ ഇതിന്ന് നമ്മൾ ഡീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു ഡി എന്നാണ്. ഡീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -6 1 0 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇതിനെ ജസ്റ്റ് യു എന്നും ഇതിനെ വി എന്നും പേര് കൊടുത്തു. രണ്ട് കോളം മെട്രിക്സ് ഉണ്ട്, ഒന്നിനെ യു എന്നും ഒന്നിനെ വി എന്നും പേര് കൊടുത്തു. നമുക്ക് ഈ യുവിനെയും വിനെ ഞാൻ ഒരുമിച്ച് എഴുതി. എന്നിട്ട് ഈ സി ഡിനെ നമ്മളൊരു കോളം മെട്രിക്സ് ആക്കി എഴുതി. ഇപ്പൊ നോക്കൂ, 1 ഇൻറ്റു സി പ്ലസ് -6 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ C-6D, അതാണ് ഫസ്റ്റ് എലമെന്റ്. അതേപോലെ 0 ഇൻറ്റു സി പ്ലസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ഡി, അതാണ് ഈ രണ്ടാമത്തെ എലമെന്റ്. അതുപോലെ 1 ഇൻറ്റു സി പ്ലസ് 0 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ സി, അതാണ് ഈ മൂന്നാമത്തെ എലമെന്റ്. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ ഫോമിൽ നമ്മൾ മാറ്റി എഴുതാം. സോ നമുക്ക് ഇവിടെ കിട്ടിയ മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് നോക്കാം. ഇത് 3 റോയും 2 കോളം ഉണ്ട് എന്ന് പറയുമ്പോൾ 3/2 ആണ് ഈ മെട്രിക്സിന്റെ ഓർഡർ അല്ലെങ്കിൽ സൈസ്. നമ്മൾ സാധാരണ M/n ആണ് മെട്രിക്സിന്റെ ഓർഡർ അല്ലെങ്കിൽ സൈസ് പറയാം. നമുക്ക് ഇവിടെ ഒരു തിയറം ഡിസ്കസ് ചെയ്യാം. തിയറം 3. The column space of an M/n matrix A is a subspace of Rn. A എന്നുള്ള M/n ഓർഡർ അല്ലെങ്കിൽ സൈസ് ഉള്ള ഒരു മെട്രിക്സിന്റെ കോളം സ്പേസ് എപ്പോഴും എന്തായിരിക്കും? Rm എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. തിയറത്തിലെ Rm എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിലെ R, ഇവിടെ M എന്നുള്ളത് 3 ആണ്. സോ നമ്മുടെ R3യുടെ സബ് സ്പേസ് ആയിരിക്കും ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ കോളം സ്പേസ്. സോ ഈ മെട്രിക്സിന്റെ കോളംസ് സ്പാൻ ചെയ്തിട്ടാണ് നമ്മുടെ W എന്നുള്ള സെറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, W എന്നുള്ള ഈ സെറ്റ് ഉണ്ടാവുന്നത് ഈ രണ്ട് കോളംസ്, ഈ മെട്രിക്സിന്റെ രണ്ട് കോളംസ് സ്പാൻ ചെയ്തിട്ടാണ്. സോ നമുക്ക് എന്ത് പറയാം? ആ W എന്നുള്ളത് എന്താണ്? R3 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ അതാണ്. നമ്മൾ W എന്നുള്ള സെറ്റിലെ ഏതൊരു ഈ രൂപത്തിലുള്ള കോളം മെട്രിക്സ് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ സം C ഇൻറ്റു യു പ്ലസ് സം ഡി ഇൻറ്റു വി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നോക്കൂ, യു എന്നുള്ള വെക്ടറിന്റെയും വി എന്നുള്ള വെക്ടറിന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആണിത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ യു എന്നുള്ള വെക്ടറിന്റെയും വി എന്നുള്ള വെക്ടറിന്റെയും സ്പാൻ ആണ് ആര്? W എന്നുള്ള സെറ്റ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ കോളം സ്പേസ്, അതായത് ഇതാണല്ലോ നമ്മുടെ കോളം സ്പേസ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഈ യുവും വിയും ഉള്ള സെറ്റ്, അതാണ് നമ്മുടെ കോളം സ്പേസ്. അതെന്തായിരിക്കും? Rm, അതായത് ഇവിടെ R3യുടെ ഒരു സബ് സ്പേസ് ആയിരിക്കും.